ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സിനിമ ഇതുവരെ റിലീസ് ആയിട്ടില്ല. നമ്മൾ സിനിമയുടെ ട്രെയിലർ വെച്ചിട്ട് അതിന്റെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ്, അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയായിരിക്കും എന്നുള്ള കാര്യത്തെ പറ്റി യാതൊരു ഉറപ്പുമില്ല. കാരണം എൻ്റെ ഒരു നിഗമനത്തിലൂടെ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനെ വലുത് ഓളി വെക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ട്രെയിലറാണ് നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. ഈ സിനിമ ഒന്നെങ്കിൽ ടൈം ട്രാവലിനെ ബേസ് ചെയ്തൊരു സിനിമയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ക്ലോണിംഗ് എന്ന രീതിയിൽ അതുമായിട്ട് ബേസ് ചെയ്തൊരു സിനിമയായിരിക്കും എന്നുള്ള കാര്യമാണ്. അതിന്റെ പോസിബിലിറ്റീസ് തന്നെ ആ ഒരു ട്രെയിലറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, സിനിമയ്ക്കകത്ത് 3 വിജയികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് അച്ഛൻ വിജയ്, മകൻ വിജയ്, അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലോണ് അങ്ങനെ വിജയ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കേട്ടിട്ട് മണ്ടത്തരമാണെന്ന് തോന്നരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നിഗമനം മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓൾറെഡി കുറെ സിനിമകൾ ഈ ക്ലോണിങ്ങിനെ ബേസ് ചെയ്തും ടൈം ട്രാവലിനെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ക്ലോണിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ രാജുവേട്ടനൊക്കെ പോയിട്ട് ബോളിവുഡിൽ അഭിനയിച്ച പടം ഉണ്ടല്ലോ, ഏതാ ബെഡമിയോ ചോട്ടമിയാനൊക്കെ, അതൊക്കെ വൻപൻ ഫ്ലോപ്പ് ആയി പോയി. അതുപോലെ തന്നെ രക്ഷാകവചം ഓം എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് പോലും ആ പടം ഇറക്കിയ ആൾക്കും അറിയത്തില്ല, ഈ പടം കാണുന്ന ആൾക്കാർക്കും അറിയത്തില്ല. ഈ പടങ്ങൾ രണ്ടിന്റെ റോസ്റ്റ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയണേ. അതുപോലെ തന്നെ ട്രെയിലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് ആണെങ്കിൽ ഒരു മെഷീന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു മെഷീന്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് മോണിറ്റേഴ്സ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനകത്താണെങ്കിൽ ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ക്ലോണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യം ഈ ഒരു സീനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു നിഗമനം മാത്രമാണ്. എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ വിജയ് ധരിച്ചിരിക്കുന്ന ആ ഡ്രസ്സ് കണ്ടോ, ഇതാണെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ധരിക്കുന്ന ഒരു ഡ്രസ്സാണ്. അതായത് ICU ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ക്വാറന്റൈൻ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ധരിക്കുന്ന ഒരു ഡ്രസ്സായിട്ടാണ് നമുക്ക് ആ ഒരു ഡ്രസ്സിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. വിജയ് നിൽക്കുന്നത് തന്റെ ലാബിലായിരിക്കും, അല്ലെങ്കിൽ ആ ക്ലോണിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലാബിലായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഈ ട്രെയിലറിലെ ഈ ഒരു സീനിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്തും അതുപോലെ ട്രെയിലറിനകത്തുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് ഇതിനകത്ത് ടൈം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൈം ട്രാവലിനെ ബേസ് ചെയ്തൊരു പടമായിരിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വേറെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിജയും വിജയുടെ മകനും ചിലപ്പോൾ സയന്റിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല കണ്ടുപിടുത്തങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല പരീക്ഷണങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, പല രീതിയിൽ മനുഷ്യനെ രൂപകൽപ്പന ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ആ ഒരു സ്ഥലത്ത് അതിനെ കാര്യമായ രീതിയിൽ ബാധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം ട്രെയിനിനകത്ത് സീനിൽ വിജയ് വാഹനത്തിൽ വരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ പ്രതിഷേധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ വിജയ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പരീക്ഷണം അത് മുഖേന അവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും ആ ഒരു രീതിയിലായിരിക്കണം ചിലപ്പോൾ ഇവിടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ സിനിമ ക്ലോണിങ്ങിനെ ബേസ് ചെയ്തൊരു പടമായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ലായിരിക്കും പടത്തിൽ വരാൻ പോകുന്നത്, ചിലപ്പോൾ ഇതൊന്നും അല്ലായിരിക്കും പടത്തിൽ വരാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ പടത്തിനകത്ത് വരാനായിട്ട് പോകുന്നത്. കാരണം ചിലപ്പോൾ വിജയ് ആണെങ്കിൽ ആ രാജ്യത്ത് ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ ഇതിനുള്ള പോസിബിലിറ്റീസും ആ ഒരു ട്രെയിലറിനകത്തോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമ ട്രെയിലർ കാണുന്ന സമയത്ത് ഇതിനകത്ത് വിജയ് ആണെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ പല ലുക്കിലാണ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു സീനിലാണെങ്കിൽ കാണിക്കുന്നുണ്ട് വിജയ് വളരെ ചെറുപ്പം, അതായത് വളരെ ചെറുപ്പത്തിലുള്ളൊരു വിജയനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രായമുള്ളൊരു അച്ഛന്റെ റോൾ ചെയ്യുന്ന ഒരു വിജയ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള വിജയനെ കാണിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി ചെയ്യുന്ന ഒരു വിജയനെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വൈറസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഈ സിനിമയിൽ വരാൻ ചാൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പൈ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതുപോലെ തന്നെ അതും അല്ലെങ്കിൽ ചിലപ്പോൾ വിജയും വിജയുടെ മകനും തമ്മിൽ ശത്രുത ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യം നമുക്ക് സിനിമയിലൂടെ പ്രതീക്ഷിക്കാം. വിജയുടെ പല ലുക്കുകളും ഈ ഒരു ട്രെയിലറിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയി പടം കാണാൻ നോക്കും. അതുപോലെ തന്നെ ലിയോയുടെ കാര്യത്തെ പറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ പലരും ആണെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഇട്ടിട്ട് പോയി കണ്ടൊരു പടമായിരിക്കും ലിയോ. ചിലർക്കൊക്കെ ആണെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ചിലർക്കൊക്കെ ആണെങ്കിൽ അത് അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതും ലിയോ പോലെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. സോ ഞാൻ ഈ ഒരു ഇതിലൂടെ എന്റെ ഒരു അഭിപ്രായം, എനിക്ക് ഇതിലൂടെ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നിഗമനം മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക.